ഇതേപോലെ ഒരു ഹോട്ട് എയർ ബലൂൺ തീമിലൊരു ലാമ്പ് ഉണ്ടാക്കണമെന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പം എളുപ്പമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമല്ല. ആദ്യത്തെ പാട്ടൊക്കെ ഭയങ്കര എളുപ്പമാട്ടോ. ഇതുപോലെ ഒരു ബലൂണിൽ ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചെടുക്കുന്നത്, ഈ കാണുന്ന പോലെ ടിഷ്യൂ ഒട്ടിച്ചെടുക്കുന്നതാണ് ഇനീഷ്യൽ പാട്ട്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റിക്ക് ഒട്ടിക്കുന്ന ഒരു പണിയുണ്ട്. അതെനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചില ഇംപെർഫെക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിൽ ഞാൻ ടിഷ്യൂ ആദ്യം ഒട്ടിച്ചത് ചെറിയ ചെറിയ പീസായിട്ട് അത് ഗമ്മിൽ വെച്ചിട്ടാണ് ഞാൻ എടുത്ത് ഒട്ടിക്കുമായിരുന്നു. പിന്നീടാണ് എനിക്ക് കാര്യം മനസ്സിലായത് അങ്ങനെയല്ല, ഡയറക്റ്റ് നമുക്ക് വലിയ ടിഷ്യൂ തന്നെ, ഇത്രയും വലിയ ടിഷ്യൂ ആണ്, അത്രയും എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഏറ്റവും മാക്സിമം അതിൻ്റെ ഫുൾ സൈസിൽ തന്നെ ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വന്ന ഒരു 3-4 റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മുതലാകത്തില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു പേപ്പറും കൂടെ അതിൻ്റെ കൂടെ ഒട്ടിച്ചെടുത്തു. പിന്നെ വീണ്ടും ടിഷ്യൂ വെച്ച് തന്നെ ഒട്ടിച്ചു. അങ്ങനെ ഒരു കുറച്ച് റൗണ്ട്, ഒരു മേ ബി ഒരു 10 റൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലൊക്കെയാണ് കിട്ടിയത്. പിന്നെ ഞാനിതിനെ ഒന്ന് ഈക്വലി ഒരു 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്നിടവിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക ചെയ്തു. പക്ഷേ പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഇനീഷ്യലി കാണാനായിരുന്നു അതിന് ബെറ്റർ. പക്ഷേ എന്നാലും ഹോട്ട് എയർ ബലൂൺ എന്ന തീം പറയുമ്പോൾ അത് ഇങ്ങനല്ലേ, പാർട്ടീഷൻ വന്നിട്ട് പെയിൻറ്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പെയിൻറ്റ് അടിച്ചത് അതിൻ്റെ പുറത്ത് നമ്മുടെ വൈറ്റ് കോട്ട് ചെയ്തിട്ട് എടുത്തു. അത് തന്നെയാണ് ബെറ്റർ, പെയിൻറ്റ് അടിച്ചെടുക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ തോന്നി കേട്ടോ. ഇതുപോലെ ഒരു കപ്പ് എടുത്തിങ്ങനെ ഈ റോപ്പ് ചുറ്റി വന്നപ്പോഴാണ് മനസ്സിലായത് അതൊന്നും തികയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു. ഓക്കെ, അത് ആ റോപ്പിൻ്റെ സൈസിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ആ സ്റ്റിക്ക് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഒരു മേടിക്കാൻ കിട്ടില്ലേ, ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആ സ്റ്റിക്കാണ് വേണ്ടത്. പക്ഷേ അതും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈർക്കിലി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ റോപ്പ് എനിക്ക് ഇവിടെ നിന്ന് കിടന്ന് കിട്ടി, ഞാൻ തപ്പി വന്നപ്പോൾ എനിക്ക് കിട്ടിയ റോപ്പാട്ടോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഞാൻ ആക്ച്വലി അഴയൊക്കെ കിട്ടുന്ന കയറാണ് ഉദ്ദേശിച്ചത്. അത് തപ്പിയതാണ്, കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചുറ്റി. പക്ഷേ ഇത് വെച്ച് ചുറ്റിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ബലൂൺ ഞാൻ ഏകദേശം ഒരു 1/2 ദിവസം എടുത്തിട്ടാട്ടോ എനിക്ക് ഡ്രൈ ആക്കി കിട്ടിയത്. ഞാൻ വെയിൽ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ ചെയ്ത് വന്നപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് വെയിലില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫാനിൻ്റെ അടിയിൽ ഒരു ദിവസം രാത്രി മൊത്തം വെച്ച് പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ എടുത്ത് പിന്നെ ബാക്കി ചെയ്തത് കേട്ടോ. ഇനി ഒരു പിൻ ഹോളിട്ട് ആ ബലൂണിലെ എയർ മൊത്തം നമുക്ക് വെളിയിൽ കളഞ്ഞ് ബലൂണിനെ വെളിയിലേക്ക് എടുക്കാം. ഈ പോയിന്റിൽ ഭയങ്കരമായൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. നമുക്ക് ഇത്രയും നേരം റെഡി ആവുമോ, നമ്മൾ ഗമ്മ യൂസ് ചെയ്ത് വെള്ളം ചേർത്തിട്ടാണ് യൂസ് ചെയ്തത്, അപ്പോൾ അത് ഒട്ടുമോ, അത് കട്ടിയായി കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഭയങ്കരമായൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഈ ഒരു പാർട്ട് ക്ലിയറായി എന്നുള്ളത് കിട്ടും. ഈ ബോളിൽ നമ്മൾ ആ ഓപ്പണിങ് ഇടുന്ന ടൈമിൽ ഞാനിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് അളന്നൊന്നുമല്ല കട്ട് ചെയ്ത്. പക്ഷേ അതൊരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വരച്ചിട്ടൊക്കെ പ്രോപ്പർ സർക്കിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ എൻ്റെ ഇത് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു ചെറിയ വളവുണ്ടായിരുന്നു. അത് ഞാൻ പ്രോപ്പർ മെഷർമെൻറ്റിലൊന്നും കട്ട് ചെയ്യാത്തതിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണേ. പിന്നെ ഈ സ്റ്റിക്ക് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്കത് ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്ത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ സ്റ്റിക്ക് ഒരേ അളവിൽ കട്ട് ചെയ്ത്. ഈ സ്റ്റിക്ക് ഞാൻ ആദ്യം അകത്തൊട്ടിച്ചു, പിന്നെ വെളിയിലൊട്ടിച്ചു. കുറേ പാടുവിട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തത്. പിന്നെ ആ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. അപ്പോൾ അത് ചുമ്മാ ഇളകി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ലേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഞാൻ ഇത് ചെയ്ത് വന്നപ്പോൾ എൻ്റെ കയ്യിലൊരു ലേസ് അവിടെ നിന്ന് കിട്ടിയ ഒരു ഷോള് കിട്ടി. ആ ഷോളിൽ നിന്ന് കിട്ടിയ ലേസാണ്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. പക്ഷെ അതിനൊരു ഭംഗിയുണ്ടെന്ന് എനിക്ക് ലാസ്റ്റ് തോന്നി. പിന്നെ ലൈറ്റും വെച്ചു. ഈ ലൈറ്റ് ആക്ച്വലി എനിക്ക് സ്മിത്തണിയിൽ നിന്ന് കിട്ടിയതാണ്. അടിപൊളിയല്ലേ ഈ ലൈറ്റ്. അങ്ങനെ നമ്മുടെ ടേബിൾ ലാമ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറേ ലൈറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു ഹോട്ട് എയർ ബലൂൺ തീമിൽ. കുറേ കണ്ട് വിചാരിച്ച് എളുപ്പമെന്നൊക്കെ വിചാരിച്ചത് എളുപ്പമൊന്നുമായിരുന്നില്ല. എൻ്റെ കൈയൊക്കെ കുറേ പൊള്ളിയിട്ടാണ് കിട്ടിയത്. പക്ഷേ എന്നാലും എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നെസ്റ്റിൽ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.